ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഭീകരവാദികളെ അടിച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ്. ഒരു മാസീവ് ഓപ്പറേഷൻ ഇറാന്റെ ഭാഗത്ത് നിന്നും പാകിസ്ഥാൻ അതിർത്തിയിൽ നടന്നിരിക്കുന്നു, പാകിസ്ഥാൻ ഇറാൻ ബോർഡറിൽ നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് കിട്ടുന്നത്. ഇറാനിയൻ ഫോഴ്സസ് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ ബോർഡർ കടന്നു കയറി 100 ടെററിസ്റ്റുകളെയാണ് തീർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 100 ഭീകരവാദികളെയാണ് കാലപുരിക്ക് അയച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 120 ടെററിസ്റ്റുകളെ, ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇറാൻ പാകിസ്ഥാൻ ബോർഡറിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മറ്റൊരു ഭാഗത്ത് നിന്നും ഇറാന്റെ ബോർഡറിൽ നിന്നും ഇറാൻ തന്നെ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച, ഇറാനിയൻ ഫോഴ്സസ് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിച്ചത്. ഇതോടുകൂടി പാകിസ്ഥാന്റെ ചുറ്റും ആക്രമണം സജീവമായി കഴിഞ്ഞു എന്നുള്ളതാണ്. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നു. പാകിസ്ഥാൻ വേറൊരു സ്ഥലത്ത്, പാക് അധീന കശ്മീരിന്റെ ഭാഗത്ത് ഇന്ത്യ തിരിച്ചടിക്കായി ഒരുങ്ങി നിൽക്കുന്നു. കറാച്ചിയുടെ ഭാഗത്ത് ഇന്ത്യൻ നേവി INS സൂറത്ത് മൈനസ് വിക്രാന്തും അടക്കമുള്ളവർ അവിടെ വലിയ തിരിച്ചടിക്കായി ഒരുങ്ങി നിൽക്കുന്നു. അങ്ങനെ പാകിസ്ഥാനെ സമ്പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറാനിൽ വലിയൊരു സ്ഫോടനവും ഇറാനിലെ കറാച്ചിലെ പവർ പ്ലാന്റ് തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പവർ പ്ലാന്റ് കത്തി അമരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അജ്ഞാതരാണ് ഇത് കത്തിച്ചത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നാൽ ഈ കറാച്ചിലെ പവർ പ്ലാന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ പവർ പ്ലാന്റിൽ നിന്നാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ആണവ റിസർച്ചുകളിലേക്കുള്ള പവർ പോകുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പവർ പ്ലാന്റ് കത്തിയെരിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് വലിയൊരു അടി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, വിദേശകാര്യമന്ത്രി, അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിലേക്ക് അദ്ദേഹം പോയിട്ട് അദ്ദേഹം വരുന്നത് ഇന്ത്യയിലേക്കാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും അദ്ദേഹം വരാനുള്ള കാരണം, അതായത് ഇന്ത്യയിലേക്ക് അദ്ദേഹം വരാൻ നേരത്തെ തീരുമാനിച്ചതാണ്, എന്നാൽ ഇപ്പോൾ പൊടുന്നനെ പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് തിരിച്ചടിക്ക് മധ്യസ്ഥത വഹിക്കാനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ തിരിച്ചടി തടയണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇന്ത്യ അതെന്തായാലും വകവയ്ക്കാനായി തയ്യാറല്ല. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അറാക്ചി പാകിസ്ഥാനിലെത്തിയത്. ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലുണ്ട്. തിരിച്ചടി എന്തുകൊണ്ട് ഇറാൻ തടയാനായി മധ്യസ്ഥത വഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാനെ അടിക്കുമ്പോൾ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തേക്കുമോ എന്നുള്ളൊരു ഭയം അതിഭീകരമായി ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ് എന്ന് കാണിക്കാനും, പാകിസ്ഥാനെ ആക്രമിക്കുന്നത് നിർത്തണം, ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ വരാമെന്ന് പറയാനുമായി ഇപ്പോൾ അറാക്ചി ഓടി ഇന്ത്യയിലും പാകിസ്ഥാനിലും എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനും പാകിസ്ഥാനെ വലിയ രീതിയിൽ അടിച്ചു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖം, പാകിസ്ഥാന്റെ നേവൽ ബേസായി പ്രവർത്തിക്കാൻ പോലും കെൽപ്പുള്ള ബന്ദർ അബ്ബാസ് തുറമുഖം നേരത്തെ അജ്ഞാതൻ സ്ഫോടനത്തിൽ തകർത്തിരുന്നു. അവിടെ നേവൽ ബേസുകളൊക്കെ തന്നെയാണ് അജ്ഞാതൻ സ്ഫോടനത്തിൽ തകർത്തത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 800 പേർക്ക് പരിക്കേൽക്കുകയും 18 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം പുറത്തു വന്നത്. ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആരാണിത് ചെയ്തത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇറാൻ ഇല്ലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഏകദേശം 220ഓളം ടെററിസ്റ്റുകളെ അല്ലെങ്കിൽ ഭീകരവാദികളെ ശരിപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.